കടുത്ത ശാരീരികവും മാനസികവുമായ പീഡനം സഹിച്ചതിനെ തുടർന്ന് 27 വയസ്സുള്ള ഋധന്യ എന്ന സ്ത്രീ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചു. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ജില്ലയിൽ നിന്നാണ് സ്ത്രീധന പീഡന കേസ് പുറത്തുവരുന്നത്. ഏപ്രിലായിരുന്നു യുവതിയുടെ വിവാഹം നടന്നത്. കവിൻകുമാറാണ് ഭർത്താവ്. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യുവതിയെ ഭർത്താവും വീട്ടുകാരും സ്ത്രീധനം കുറഞ്ഞുപോയെന്ന പേരിൽ മാനസികമായി പീഡിപ്പിച്ചു വരികയായിരുന്നു. ഋധന്യയുടെ വീട്ടുകാർ 100 പവൻ സ്വർണവും 70 ലക്ഷം രൂപയുടെ വോൾവോ കാറുമാണ് വിവാഹത്തിനായി നൽകിയിരുന്നത്. ഇത് കുറഞ്ഞുപോയെന്നായിരുന്നു കവിൻകുമാറിന്റെയും മാതാപിതാക്കളുടെയും ആക്ഷേപം. 10 ദിവസത്തിനുള്ളിൽ കൂടുതൽ പണം വേണമെന്നാണ് ഭർത്താവും കുടുംബം യുവതിയോട് ആവശ്യപ്പെട്ടത്. യുവതി ശാരീരികമായും മാനസികമായും പീഡനം ഏറ്റിരുന്നതായി വിവരങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഋധന്യ പിതാവിന് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിലുണ്ടെന്ന് പോലീസ് പറയുന്നു. ജീവിതം അവസാനിപ്പിക്കുമെന്ന് യുവതി പറഞ്ഞിരുന്നതായും പിതാവ് പോലീസിനോട് പറയുന്നു. സംഭവം പുറത്തു വന്നതോടെ കവിൻകുമാറിനെയും രക്ഷിതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ സ്ത്രീധന പീഡനത്തിന് കേസെടുത്തിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.